നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. 19-ാം നൂറ്റാണ്ട് നായിക കയാതു ലോഹർ ED നിരീക്ഷണത്തിൽ. തമിഴ്നാട്ടിലെ സർക്കാരിന്റെ മദ്യവിൽപ്പന കമ്പനിയായ ടസ്മാക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതി കേസിലെ ED അന്വേഷണത്തിൽ കയാതു ലോഹറിന്റെ പേരും ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ടാസ്മാക് കേസിൽ ED റെയ്ഡിൽ പിടിക്കപ്പെട്ട വ്യക്തികൾ നടിയുടെ പേര് വെളിപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. കുറ്റാരോപിതർ നടത്തിയ നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ കയാതു 35 ലക്ഷം രൂപ വാങ്ങിയതായും ആരോപണമുണ്ട്. അഴിമതിയുമായി ബന്ധപ്പെട്ട് നടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ അന്വേഷണം ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മദ്യവിൽപ്പന കമ്പനിയായ ടാസ്മക്കുമായി തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതിയാണ് ടാസ്മക് അഴിമതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2021 മുകിൽപേട്ട എന്ന കന്നഡ സിനിമയുടെ അഭിനയ രംഗത്തേക്ക് എത്തിയ നടിയാണ് കയാതു. 2022 19-ാം നൂറ്റാണ്ടിൽ അഭിനയിച്ചതോടെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് അല്ലൂരി എന്ന തെലുങ്ക് സിനിമയിലും അഭിനയിച്ചു. 2023 ഐ പ്രേം യു എന്ന സിനിമയിൽ വേഷമിട്ടു. വീണ്ടും മലയാളത്തിൽ ഒരു ജാതകം എന്ന സിനിമയിൽ അഭിനയിച്ചു. ഈ വർഷം പുറത്തിറങ്ങിയ ഡ്രാഗൺ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് നടിയേറെ പ്രശസ്തി നേടുന്നത്. അടുത്ത നാഷണൽ ക്രഷ് എന്ന വിശേഷണവും നടി നേടിയിരുന്നു. ഇതയം മുരളി, ഇമ്മോർട്ടൽ എന്നീ തമിഴ് ചിത്രങ്ങളിലും സിംബുവിൻ്റെ പുതിയ സിനിമയിലും കയാതു ആണ് നായിക. നിലവിൽ 2 കോടി രൂപയാണ് നടിയുടെ പ്രതിഫലം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.